നമസ്കാരം. ന്യൂസ് ഇൻഡിപെൻഡന്റ് സ്പീഡ് ന്യൂസ് 20ലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജനനി. ഇപ്പോഴത്തെ പ്രധാന വാർത്തകൾ. വീടുകളുടെ വിലക്കയറ്റം കുറഞ്ഞു. ഡബ്ലിനിലെ വീടുകളുടെ വിലക്കയറ്റത്തിൽ ഈ വർഷം കുറവ്. സെപ്റ്റംബർ വരെയുള്ള 3 മാസങ്ങളിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഡബ്ലിനിലെ വീടുകളുടെ ശരാശരി റീസെയിൽ വാല്യൂവിൽ 0.9% വർധനവ് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ വർഷം ഉയർച്ച 2.5% ആയിരുന്നു. പലിശ നിരക്ക് കുറച്ചു. ഫിക്സ്ഡ് റേറ്റ് മോർട്ട്ഗേജുകളുടെ പലിശ നിരക്ക് കുറച്ച് PDSB 0.15% മുതൽ 0.2% വരെയാണ് പലിശ നിരക്ക് കുറച്ചത്. അയർലൻഡിൽ EPT നവംബർ മുതൽ. അയർലൻഡിൽ ലിക്വിഡ് പ്രൊഡക്ട്സ് ടാക്സ് നവംബർ 1 മുതൽ ടാക്സ് പ്രാബല്യത്തിൽ വരുത്തുന്നതിനുള്ള പ്രാരംഭ ഉത്തരവിൽ ധനകാര്യമന്ത്രി പാസ്കൽ ഡോണഹോ ഒപ്പുവെച്ചു. കഫേ സോൾ പെസ്റ്റോ പാസ്ത ആൻഡ് ചിക്കൻ തിരിച്ചു വിളിച്ചു. കഫേ സോൾ പേസ്റ്റോ പാസ്ത ആൻഡ് ചിക്കൻ വിപണിയിൽ നിന്നും തിരിച്ചു വിളിച്ച് ഐറിഷ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. ലിസ്റ്റീരിയ ബാക്ടീരിയകളുടെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. ഫ്രീഡം ഓഫ് സിറ്റി പുരസ്കാരം ഏറ്റുവാങ്ങി അമേരിക്കൻ മുൻ പ്രസിഡന്റ് ബരാക് ഒബാമ. വ്യാഴാഴ്ച ഡബ്ലിനിൽ നടന്ന പ്രത്യേക ചടങ്ങിലായിരുന്നു ലോർഡ് മേയർ റെയ്മക് ആഡം ബഹുമതി സമ്മാനിച്ചത്. ഫസ്റ്റ് ഹോം പദ്ധതിയിൽ നിർണായക തീരുമാനവുമായി സർക്കാർ. ഇത്തവണത്തെ ബഡ്ജറ്റിൽ പദ്ധതി സെക്കൻഡ് ഹാൻഡ് വീടുകൾ വാങ്ങുന്നതിനായി വികസിപ്പിക്കില്ല. പ്രധാനമന്ത്രി മൈക്കിൾ മാർട്ടിൻ ഇക്കാര്യം സ്ഥിരീകരിച്ചു. യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ ലിമേറിക്കിൽ രോഗികൾക്കായി കൂടുതൽ കിടക്കകൾ സജ്ജമാക്കാൻ തീരുമാനം. ആശുപത്രിയിലെ പുതിയ യൂണിറ്റ് രോഗികൾക്കായി തുറന്നു നൽകുന്നതിലൂടെയാണ് ഇത് സാധ്യമാകുന്നത്. 96 കിടക്കകളാണ് പുതിയ യൂണിറ്റിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ഡ്രിങ്ക് സ്പൈക്കിംഗ് തടയാൻ ടെസ്റ്റ് കിറ്റുകൾ. ഡ്രിങ്ക് സ്പൈക്കിംഗ് തടയാൻ പുതിയ രീതിക്ക് തുടക്കം കുറിച്ച് ക്വീൻസ് യൂണിവേഴ്സിറ്റി ബെൽഫാസ്റ്റ്. ഡ്രിങ്ക് സ്പൈക്കിംഗ് പരിശോധിക്കുന്നതിനായി ബെൽഫാസ്റ്റിലെ ക്ലബ്ബുകളിലും ബാറുകളിലും ഡ്രിങ്ക് സ്പൈക്കിംഗ് ടെസ്റ്റ് കിറ്റുകൾ വിതരണം ചെയ്തു. COVID-19 പടരുന്നു. വടക്കൻ അയർലൻഡിൽ COVID-19 പുതിയ വകഭേദം പടരുന്നു. ഈ സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി ഡോക്ടർമാർ നിർദ്ദേശം പുറപ്പെടുവിച്ചു. രോഗലക്ഷണങ്ങളെ ഒരിക്കലും നിസ്സാരമായി കാണരുതെന്നാണ് മുന്നറിയിപ്പ്. വാക്സിൻ എടുക്കാതെ ആരോഗ്യ പ്രവർത്തകർ. അയർലൻഡിൽ ഫ്ലൂ വാക്സിൻ എടുക്കുന്ന ആരോഗ്യ പ്രവർത്തകരുടെ എണ്ണം കുറയുന്നു. ഈ വിന്ററിൽ പൊതു ആശുപത്രികളിലെ ആരോഗ്യ പ്രവർത്തകരിൽ 45.4% പേർ മാത്രമാണ് വാക്സിൻ എടുത്തിട്ടുള്ളത്. 7 വർഷത്തിനിടെ ഏറ്റവും താഴ്ന്ന കണക്കുകളാണ് ഇത്. മരുന്നുകൾക്ക് 100% തീരുവ. അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ബ്രാൻഡഡ് മരുന്നുകൾക്ക് 100% തീരുവ പ്രഖ്യാപിച്ച് ഡൊണാൾഡ് ട്രംപ്. തീരുവ ഒക്ടോബർ 1 മുതൽ പ്രാബല്യത്തിൽ വരും. യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മുകളിലൂടെയുള്ള ആകാശപാത ഒഴിവാക്കി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. അറസ്റ്റ് ഭയന്നാണ് നടപടി. തിളച്ച പാലിൽ വീണ് സ്കൂൾ പാചകക്കാരിയുടെ 1.5 വയസ്സുള്ള കുട്ടിക്ക് ദാരുണാന്ത്യം. അനന്തപൂരിലെ സ്കൂളിലായിരുന്നു സംഭവം. കളിക്കുന്നതിനിടെ കുട്ടി പാത്രത്തിലേക്ക് വീഴുകയായിരുന്നു. വ്യോമസേനയിലെ 60 വർഷം നീണ്ട സേവനം അവസാനിപ്പിച്ച് MiG-21 യുദ്ധവിമാനം. ചണ്ഡീഗഡിൽ വ്യോമസേന വിപുലമായ യാത്രയയപ്പ് നൽകി. കസ്റ്റംസിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ച് നടൻ ദുൽഖർ സൽമാൻ. ഓപ്പറേഷൻ നുംഖോറിന്റെ പേരിൽ വാഹനം പിടിച്ചെടുത്ത നടപടിക്കെതിരെയാണ് അദ്ദേഹം ഹർജി നൽകിയത്. മഴയിൽ മുങ്ങി തലസ്ഥാന നഗരി. കനത്ത മഴയെ തുടർന്ന് തിരുവനന്തപുരത്തെ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട്. തമ്പാനൂർ, ചാക്ക, ചാല, ശ്രീകണ്ഠേശ്വരം, കിംസ് ആശുപത്രി പരിസരം തുടങ്ങിയ മേഖലകളിലാണ് രൂക്ഷമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. സെർജിയോ ബുസ്കറ്റ്സ് വിരമിച്ചു. സജീവ ഫുട്ബോളിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച് സ്പാനിഷ് ബാഴ്സലോണ ഇതിഹാസം സെർജിയോ ബുസ്കറ്റ്സ്. നിലവിൽ അമേരിക്കൻ മേജർ ലീഗ് സോക്കറിൽ ഇന്റർ മയാമി താരമാണ് അദ്ദേഹം. കേരളം ചാമ്പ്യന്മാർ. 64ാമത് സുബ്രതോ കപ്പിൽ കേരളം ചാമ്പ്യന്മാർ. വ്യാഴാഴ്ച നടന്ന ഫൈനലിൽ CBSE ടീമിനെ എതിരില്ലാതെ 2 ഗോളിന് പരാജയപ്പെടുത്തിയാണ് കേരളത്തിന്റെ ചരിത്ര വിജയം. വരണ്ട കാലാവസ്ഥ തുടരും. അയർലൻഡിൽ വരുന്ന 4 ദിവസം കൂടി സ്ഥിരതയുള്ള വരണ്ട കാലാവസ്ഥ തുടരും. അയർലൻഡിന് സമീപമായി ഉയർന്ന മർദ്ദം സ്ഥിതി ചെയ്യുന്നതാണ് ഇതിന് കാരണം. ശക്തമായ കാറ്റിന് സാധ്യത. കേരളത്തിൽ ഞായറാഴ്ച വരെ അതിശക്തമായ കാറ്റിന് സാധ്യത. മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശുമെന്നാണ് പ്രവചനം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി newsindependence.com എന്ന വെബ്സൈറ്റും ന്യൂസ് ഇൻഡിപെൻഡൻസ് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പേജുകളും വാട്സ്ആപ്പ്, യൂട്യൂബ് ചാനലുകളും സന്ദർശിക്കുക. ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ് എന്നിവ ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നമസ്കാരം.